ശ്രീകണ്ഠേശ്വര ക്ഷേത്രം നഞ്ചൻഗുഡ്. ഇന്ത്യയിലെ കർണാടകയിലെ ഹിന്ദു തീർത്ഥാടന നഗരമായ നഞ്ചൻഗുഡുവിലെ ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് നഞ്ചുണ്ടേശ്വര ക്ഷേത്രം. ശ്രീകണ്ഠേശ്വര ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. കാവേരി നദിയുടെ കൈവഴിയായ കപില നദിയുടെ വലതുകരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നഞ്ചനഗുഡു ദക്ഷിണകാശി എന്നും അറിയപ്പെടുന്നു. കന്നഡയിൽ നഞ്ചു എന്നാൽ വിഷം എന്നാണ് അർത്ഥമാക്കുന്നത്. നഞ്ചുണ്ടേശ്വര എന്ന പേരിൻ്റെ അർത്ഥം വിഷം കുടിച്ച ദൈവം എന്നാണ്. അങ്ങനെ നഞ്ചുണ്ടേശ്വര ദേവൻ്റെ വാസസ്ഥലം എന്ന് അർത്ഥം വരുന്ന നഞ്ചനഗുഡു എന്ന പേര് ആ നഗരത്തിന് ലഭിച്ചു. ക്ഷേത്രത്തിലെ ദൊഡ്ഡ ജാത്ര ഉത്സവം ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു. രഥപീഠി എന്നറിയപ്പെടുന്ന പാതയിൽ ഭക്തർ വലിക്കുന്ന 5 വർണ്ണാഭമായ രഥങ്ങൾ മേളയിലെ ആഘോഷങ്ങളിൽ ഉൾപ്പെടുന്നു. നഞ്ചുണ്ടേശ്വര ക്ഷേത്രത്തിന് സമീപമാണ് പരശുരാമ ക്ഷേത്രം. 9 നിലകളുള്ള 120 അടി ഉയരമുള്ള ക്ഷേത്രഗോപുരവും അതിൻ്റെ വിപുലമായ പുറം ഭാഗവും മൈസൂർ രാജാവായ കൃഷ്ണരാജ വാഡിയാർ മൂന്നാമൻ്റെ ദേവരാജമണിയാണ് നിർമ്മിച്ചത്. അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നോക്കാം. ശിവപുരാണത്തിൽ നഞ്ചനഗുഡുവിനെ ശ്രീ ഗരാളപുരി എന്നാണ് പരാമർശിക്കുന്നത്. ഐതിഹാസികമായി പുണ്യസ്ഥലം ദക്ഷിണേന്ത്യയിലെ ശിവൻ്റെ വാസസ്ഥലമാണെന്ന് പറയപ്പെടുന്നു. തൻ്റെ ഭക്തരായ ദേവന്മാരുടെയും നാരദമുനിയുടെയും അപേക്ഷപ്രകാരം ദൈവം പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെ ദക്ഷിണകാശി എന്നും വിളിക്കുന്നു. കേശി എന്ന അസുരൻ ബ്രഹ്മാവിൽ നിന്നും വിഷ്ണുവിൽ നിന്നും ഒരു വരം നേടി. അവർക്ക് അവനെ കൊല്ലാൻ കഴിയില്ല. ഈ വരം കൊണ്ട് താൻ അനശ്വരനെ പോലെ നല്ലവനാണെന്ന് അദ്ദേഹം അനുമാനിക്കുകയും ആളുകളെയും ദേവന്മാരെയും ഋഷിമാരെയും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അവസാനം നാരദനും ദേവന്മാരും എല്ലാവരും രക്ഷിക്കാൻ ശിവനോട് അപേക്ഷിച്ചു. അദ്ദേഹം ഗരലപുരി ശ്രീ ക്ഷേത്രത്തിൽ ഇന്നത്തെ നഞ്ചൻഗുഡ് പ്രത്യക്ഷപ്പെടുകയും കേശിയെ വധിക്കുകയും ചെയ്തു. തൻ്റെ ദൈവിക സ്വത്വത്തിൻ്റെ ഒരു ഭാഗം എപ്പോഴും ഇവിടെ തുടരുമെന്നും മനുഷ്യരാശിയെ അനുഗ്രഹിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഇനി മുതൽ ആ സ്ഥലം ഒരു പാപവിനാശിനി, പാപങ്ങൾ നീക്കുന്നവൻ ആയിരിക്കും. കബനി എന്ന പുണ്യനദിയിൽ കുളിച്ച ശേഷം നഞ്ചൻഗുഡിലെ ശ്രീകണ്ഠേശ്വരനെയോ നഞ്ചുണ്ടേശ്വരനെയോ അതായത് ശിവനെ പ്രാർത്ഥിക്കുന്ന ഓരോ മനുഷ്യരും പാപങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. പരശുരാമൻ തൻ്റെ പിതാവായ ജമദഗ്നിയുടെ കൽപ്പന പ്രകാരം അമ്മയുടെ ശിരച്ഛേദം ചെയ്ത ശേഷം അമ്മയുടെ കൊലപാതകം തൻ്റെ പാദങ്ങൾ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചു. നാരദൻ്റെ ഉപദേശപ്രകാരം അദ്ദേഹം ഗരലാപുരിയിൽ നഞ്ചൻഗുഡ് എത്തി ശ്രീ നഞ്ചുണ്ടേശ്വര സ്വാമിയെ പ്രാർത്ഥിച്ചു. ശിവൻ പ്രത്യക്ഷപ്പെട്ട് ഒരു മണ്ഡപം പണിയാനും ശിവലിംഗത്തിന് പൂജ നടത്താനും ഉപദേശിച്ചു. തൻ്റെ പരശു കോടാലി ഉപയോഗിച്ച് കുറ്റിച്ചെടികൾ വൃത്തിയാക്കുന്നതിനിടയിൽ പരശുരാമൻ്റെ കോടാലി അബദ്ധവശാൽ ശിവലിംഗത്തിൽ തട്ടി. ശിവലിംഗത്തിൻ്റെ അഗ്രം രക്തം വാരാൻ തുടങ്ങി. പരശുരാമൻ മഹർഷിക്ക് കുറ്റബോധം തോന്നി. ഞാൻ പൊറുക്കുവാനാവാത്ത മറ്റൊരു പാപം ചെയ്തു. എന്നെ കൊന്നാൽ മാത്രമേ എൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും എനിക്ക് മോചനം ലഭിക്കൂ എന്ന് പറഞ്ഞ് സ്വയം കൊല്ലാൻ തയ്യാറായി. ശിവൻ പ്രത്യക്ഷപ്പെട്ട് പരശുരാമനെ അനുഗ്രഹിക്കുകയും ശിവലിംഗത്തിൽ നനഞ്ഞ ചെളി പുരട്ടാൻ പറയുകയും ചെയ്തു. ശ്രീ നഞ്ചൻഗുഡിലെ ചെളിക്ക് അപാരമായ രോഗശാന്തി ശക്തിയുണ്ട്. ശിവലിംഗം രക്തസ്രാവം നിലച്ചു. മണ്ഡപം പണിയാനും തപസ് തുടരാനും പരശുരാമൻ ശിവന് ഉപദേശിച്ചു. പരശുരാമനോട് ശിവൻ ഉപദേശിച്ചു. ഒടുവിൽ പരശുരാമൻ തൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതനായി. അമർത്യത്യ നൽകി അനുഗ്രഹിച്ചു. ശിവൻ്റെ ഭാര്യയായ പാർവതി ഈ പുണ്യസ്ഥലം സന്ദർശിക്കാൻ ആഗ്രഹിച്ചു. അതിനാൽ അദ്ദേഹം അവളെ ഗരാലാപുരി നഞ്ചൻഗുഡിലേക്ക് കൊണ്ടുവന്നു. അവൾ കബനി നദിയിൽ പോയി വെള്ളം തൊടാൻ കുനിഞ്ഞപ്പോൾ അവളുടെ കിരീടത്തിൽ നിന്ന് ഒരു രത്നമാല
വെള്ളത്തിലേക്ക് വീണു. ശിവൻ പ്രസാദിച്ചു. ദേവി, ഈ സ്ഥലത്തിന് ഇതുവരെ എൻ്റെ ദിവ്യാനുഗ്രഹം സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഈ നിമിഷം മുതൽ അതിന് നിങ്ങളുടെ സാന്നിധ്യവും കൃപയും അനുഗ്രഹവും ഉണ്ടായിരിക്കും. ഇതിനെ ദക്ഷിണ മണികർണിക ഘട്ട് എന്നും വിളിക്കും. ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ രാജകീയ ആന അന്ധനായി. തൻ്റെ മന്ത്രിയായ ശ്രീ പൂർണ്ണയ്യയോട് ഉപദേശപ്രകാരം ടിപ്പു ആനയെ നഞ്ചുണ്ടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ അയച്ച് 48 ദിവസത്തെ ആചാരങ്ങൾ നടത്തി. 48ാം ദിവസം ആ ആനയുടെ ദർശനം പുനഃസ്ഥാപിച്ചു. ടിപ്പു സുൽത്താൻ ശ്രീ നഞ്ചുണ്ടേശ്വര സ്വാമിക്കുള്ള നന്ദി സൂചകമായി മരതക പച്ച ശിവലിംഗം സമർപ്പിക്കുകയും ശിവനെ ഹക്കിം നഞ്ചുണ്ട രോഗശാന്തി എന്നും വിളിക്കുകയും ചെയ്തു. നഞ്ചുണ്ടേശ്വര ക്ഷേത്രം 1000 വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. 11-12 സെഞ്ച്വറിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.